പ്രൈസ് ദി ലോർഡ്. ശാന്തമായി ഉറങ്ങി പ്രഭാതത്തിൽ ഉണർന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിപ്പാൻ തക്കണം ദൈവം ഒരുക്കിയ അവസരത്തിനായി നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സംഗീതക്കാരൻ പറയുന്നു, ഞാനോ കിടന്നുറങ്ങി എൻ്റെ യഹോവ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ പറയാനേ നമുക്ക് കഴിയത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ നമ്മളൊക്കെ കിടന്നുറങ്ങി, പക്ഷെ പ്രഭാതത്തിൽ ക്ഷേമത്തോടെ ഉണരുവാൻ തക്കണം ദൈവം തമ്പുരാനാണ് നമ്മളെ സഹായിച്ചത്. സ്തോത്രം. പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആരും സഹായമില്ലാതെ ഏകരായി നാം തീരുമ്പോൾ, ഒരു നല്ല ഉപദേശം പറഞ്ഞു തരുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തി നമ്മുടെ ഉയർച്ചയിൽ നിന്ന് നമ്മൾ താഴ്ചയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഓരോരുത്തരും വ്യാകുലപ്പെടാറില്ലേ? അതേ വ്യാകുലതയുടെ ചിന്തയിലാണ് നിങ്ങൾ ഇന്ന് ഈ സമയത്ത് ഈ വചനം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന ഒരു വചനം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. 92-ാം സങ്കീർത്തനത്തില് അതേ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്കാണ്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. സ്തോത്രം. എങ്കിലും എന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും, എനിക്കൊരുപാട് വേദനകൾ ഉണ്ടെങ്കിലും, എനിക്കൊരുപാട് ഇല്ലായ്മകൾ ഉണ്ടെങ്കിലും, എന്നെ മറ്റുള്ളവർ ചുറ്റും നിന്ന് എന്നെ പരിഹസിച്ച് എന്നെ തകർത്ത് കളഞ്ഞ ഒരു സാഹചര്യം ഉണ്ടെങ്കിലും, എൻ്റെ ഉള്ളിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ നാഥനായ ദൈവം ഒരു കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ എന്നെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആരാണ് നമ്മുടെ ദൈവം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സ്തോത്രം അവൻ നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. ശത്രുക്കൾ നമ്മെ തളർത്തിയിടുമ്പോൾ, ശത്രുക്കൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്താൽ നമ്മെ പറയുകയാണ്, ദൈവത്തിന്റെ പൈതലെ, വചനം ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, മനുഷ്യർ നിങ്ങളെ താഴ്ത്തിക്കളയുമ്പോൾ, മനുഷ്യർ നിങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ, ദൈവം നിങ്ങളെ ഉയർത്തുന്ന ദൈവം അത്രേ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു കർത്താവ് ഉയർത്തപ്പെട്ടു. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമത്രേ. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവിന്റെ അനുഭവത്താൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, എന്നെ ഉയർത്തിയവനായ ദൈവം, എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നതായ ദൈവം, എനിക്ക് രക്ഷ നൽകിയ ദൈവം, എനിക്ക് സമാധാനം നൽകിയ ദൈവം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സത്യമിതാ, എന്റെ കർത്താവ് എന്നെ ഉയർത്തുന്ന ദൈവമാണ്. സ്തോത്രം. അതേ ആലോചന ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക. ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും, ആരൊക്കെ നിങ്ങളെ എത്ര താഴ്ത്തിക്കളയുവാൻ ശ്രമിച്ചാലും, അവൻ കരം പിടിച്ച് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. എങ്ങനെയാ? കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ. അതിന് രണ്ട് വിധമായ അതേ അർത്ഥമാണ് അവിടെ പറയുന്നത്. ഒന്ന്, കാട്ടുപോത്തിന്റെ കൊമ്പ് നല്ല ഉറപ്പുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, കാട്ടുപോത്തിന്റെ കൊമ്പ് മറ്റുള്ള സകല മൃഗങ്ങളുടെ കൊമ്പിനെക്കാട്ടിലും അല്പം കൂടെ ഉയർച്ചയുള്ളതാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ നിങ്ങളെ ഉയർത്തിയാൽ ആ ഉയർച്ച വളരെ സ്ട്രോങ് ആണ്. വചനം ഇങ്ങനെ പറയുന്നു, ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവം ചില വാതിലുകൾ തുറന്ന് ദൈവമൈതലേ യോസേഫിനെ പോലെ ഉയർത്തപ്പെട്ടവരായി തീരുവാൻ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഉയർത്തുന്ന ദൈവം, നിങ്ങളുടെ കണ്ണുനീരിനെ തുടച്ച് നിങ്ങളെ സിംഹാസനത്തിൽ ഇരുത്തുന്ന ദൈവം, ഈ നല്ല ദൈവമാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ നടത്താൻ പോകുന്നത്. സ്തോത്രം. ആകയാൽ ഈ വചനത്താൽ നിങ്ങളുടെ ഹൃദയം ബലപ്പെടട്ടെ. കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ അവൻ നിങ്ങളെ ഉയർത്തുമ്പോൾ, സ്തോത്രം, ആരും ചെയ്യാത്തത് ദൈവം നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. നിങ്ങൾ സന്തോഷിക്കുകയും എന്റെ ദൈവത്തിന് മഹത്വം കരയുകയും ചെയ്യും. ആകയാൽ ഇത് പകൽക്കാലം നിങ്ങളുടെ വേദനയുടെ മധ്യത്തിൽ നിങ്ങൾ തളർന്നിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്ന ആലോചന, ദൈവം നിങ്ങളെ ഉയർത്താൻ പോവുക. അതെങ്ങനെയാണ്? ബലമായ ഒരു ഉയർച്ചയാ. കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ സ്ട്രോങ് ആയ ദൈവം നമ്മെ ഉറപ്പിച്ച് നല്ല ബലത്തോടെ അവർ ഉയർത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഉയർച്ച കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിനെ തകർത്ത് കളയാൻ ആർക്കും കഴിയത്തില്ല. സംഗീതത്തിൽ പറയുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയും ഇരിക്കുന്നു. അതിന്റെ ഇലമാടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ ഉയർത്തും. അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുക.
ഈ വചനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ കേൾക്കുന്ന വചനം നിങ്ങൾക്കൊരു സന്തോഷകരമാകുന്നുവെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുകയും ഇതിനെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ വചനം, ഇങ്ങനെയുള്ള ഈ പ്രഭാത ധ്യാനം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.